റീസെന്റ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ട്രസ് ഗൗരി കിഷൻ അദ്ദേഹം ബോഡി ഷെയ്മിങ്ങിനെതിരെ വളരെ ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടി അത് വളരെ വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥയെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെ വ്യൂവേഴ്സിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ചേരി തിരിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അതേ സമയത്ത് വേറൊരു പക്ഷം പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? രണ്ട് ഒരു ഭാഗം അതിൽ വരേണ്ട കാര്യം പോലും ഇല്ല. ഒന്നാമത്തെ കാര്യം അവനവന്റെ ബോഡിയാണ്. അതെന്റെ കാര്യമാണ് എൻ്റെ ബോഡി എന്നുള്ളത്. ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ബോഡി വണ്ണം വെപ്പിക്കണോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുവാണ് ഞാൻ വണ്ണം വെച്ചിട്ടാണ് സുന്ദരി എന്ന് തോന്നുന്നത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വണ്ണം വെക്കും, അല്ലെങ്കിൽ ഞാൻ അതല്ല എങ്കിൽ ഞാൻ വണ്ണം കുറയ്ക്കും. അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ വണ്ണം വയ്ക്കുന്നതെല്ലാം ഫുഡ് കഴിച്ചിട്ടാണെന്നുമല്ല. എന്തെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകാം, തൈറോയിഡിന്റെ ഫങ്ഷൻ ശരിയായില്ല, നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം, വണ്ണം കുറയാം. ഇതിപ്പോ വണ്ണം വെക്കുന്നവരുടെ മാത്രമല്ല, വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്കും ഉണ്ട് ഇതേ ബുള്ളിങ്. ഇവിടെ ഈ ഒരു ഗൗരികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങ് പദം വന്ന് ചില മനുഷ്യരുണ്ട്. ഗൗരികൃഷ്ണനോട് കൂടിയല്ല ഇത് ചോദിക്കുന്നത്. എന്റെ കാര്യം എന്നോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് കൂടിയല്ലേ ചോദിക്കുന്നത്. അത് നന്നായിട്ട് തമിഴ് പറയുന്ന ഒരു കുട്ടിയോട് പറയാണ് നിനക്ക് ലാംഗ്വേജ് മനസ്സിലാവില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ ഹീറോയോട് ചോദിക്കുന്നതെന്ന്. ഹീറോയോട് അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊരു സാധനം ഇടുക എൻ്റെ റീച്ചിന് വേണ്ടി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടും ഗൗരികൃഷ്ണനെ എടുത്തുപൊക്കി, വല്ലാത്ത ഭാരം ഉണ്ടായിട്ടും എടുത്തുപൊക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അടുത്ത കണ്ടന്റ് കയറി പോവുക. അപ്പോൾ ഈ ഒരു സാധനത്തിനാണ് ഇവർക്ക് ഇത് വിൽക്കണം. ഇവരുടെ വായിൽ നിന്ന് പോകുന്ന ഒരു സാധനം അവരുടെ വായിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാധനം ഇവർക്ക് വിൽക്കണം. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ബോഡി ഷേമിങ് അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. തമിഴ് സിനിമയിൽ ഭയങ്കരമായിട്ട് അത് ഇവർക്ക് പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇയാള് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഇപ്പൊ അടുത്ത്. അപ്പം ഇയാള് പറയുന്നത് എന്താന്ന് വെച്ചാൽ 31 വർഷമായിട്ട് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആ 31 വർഷമായിട്ട് മീഡിയയിൽ നിൽക്കുന്ന എന്നെ ഒരുത്തി വന്നിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ല എന്ന് പറയുകയാണെന്ന്. അയാൾ 31 വർഷമല്ല, ഇനി 100 വർഷം അവിടെ നിന്നാലും അയാളുടെ ബ്രെയിനിന് ഈ വളർച്ച ഉണ്ടാവുള്ളൂ. അയാൾ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ തിരിച്ച് ചോദ്യം ചെയ്യുന്ന പെൺകുട്ടികളെ അയാൾ കണ്ടിട്ടില്ല. കാരണം തമിഴ് സിനിമയിൽ ഭയങ്കര കുറവാണത്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സിനിമകളും അല്ല, കുറച്ച് സിനിമകൾ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുന്ന സിനിമകളെല്ലാം അങ്ങനത്തെയാണ്. അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊക്കെയാണ് നയൻതാരയൊക്കെ എവിടെയെങ്കിലും ഒക്കെ വരിക. അപ്പോൾ ഈ ഒരു സാധനം ഇവർക്ക് അറിയാം. ഇവര് പറയുന്നത് കേട്ടോളും, അവള് കേട്ടോളും, അവളിത് സഹിച്ചേ പറ്റുള്ളൂ. ആ സിനിമ പ്രൊഫഷണലി അത് ആവശ്യമില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ആ സിനിമ നടന്നു കഴിഞ്ഞു. അതിന്റെ ഡയറക്ടർ, അതിന്റെ പ്രൊഡ്യൂസർ, എല്ലാവരുടെയും ആ ടീം ഒന്നടങ്കം ചൂസ് ചെയ്താണ് ഗൗരീനെ അതിനകത്തേക്ക്. അത് അഭിനയിച്ചു കഴിഞ്ഞു, അതിനകത്ത് ആർക്കും ഒരു കുഴപ്പമില്ല, അത് തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇയാൾ വന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യം എന്താണ്? പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല. പിന്നെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു കൺസേൺ ക്വസ്റ്റ്യൻ ആണെന്നാണ്. ഞാൻ ഒരാളെ കുറിച്ച് അയാളെ കുറിച്ച് എന്നെ കൺസേൺഡ് ആയി. അത് സിംപിളി ജുവലിനറിയാവോ, നമ്മളുടെ വീടുകളിലൊക്കെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാരെ. സ്വന്തം അമ്മേനെ എടുത്താൽ മതി. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് വരുമ്പം ഇത്തിരി അവർക്കും അറിയായിരിക്കും നമുക്കിപ്പം തൈറോയിഡിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് അവർക്കും അറിയായിരിക്കും. ഞാൻ എല്ലാ അമ്മമാരെ അടച്ചു പറയല്ല. പക്ഷെ അമ്മമാർ പോലും ലാബ് റിപ്പോർട്ടുകൾ കണ്ടു കഴിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ലാബ് റിപ്പോർട്ടിലൊന്നും കുഴപ്പമില്ലാത്ത മനുഷ്യർ തടിച്ചിരിപ്പുണ്ടാവും. അതങ്ങനെയാണ്. അപ്പോൾ ഈവൻ അതുപോലും കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഓക്കെ കൺസേൺഡ് ആയിരിക്കുമ്പോൾ അവർ ഹെൽത്ത് വൈസ് കൺസേൺഡ് ആണോ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടാകും അമ്മമാർക്ക്. അതും അല്ലാതെ ലാബ് റിപ്പോർട്ടും ഒക്കെ ആണെങ്കിൽ പോലും വന്നിട്ട് പറയും വണ്ണം വെച്ചിരിക്കുന്നത് ഇത് മാത്രം ഒന്ന് കുറഞ്ഞാൽ മതി. ഇതൊക്കെ നല്ല ഇവരുടെ മനസ്സിൽ നിന്ന് ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണിത്. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്ക് ഈ സമൂഹത്തിന്റെ മുഴുവൻ ഇത് കേട്ടിട്ടായിരിക്കും ഇയാൾ ഇത് വീട്ടിലേക്ക് കയറുന്നത്. അവര് വീട്ടിനകത്ത് കയറി വന്നിട്ട് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ പിന്നെ അവർക്ക് അവരെല്ലാ ഹോപ്പും പോയി. അവരെത്രത്തോളം ഡിപ്രഷനിലേക്ക് എത്രയോ ആൾക്കാർ, ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഒരാളാണ്. സോ എനിക്കറിയാം എത്രയോ ആൾക്കാർ ഞാൻ ഇങ്ങനെ അത് വിട്ടുകള അത് അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരോട്. അത് വിട്ടുകള, അതൊരു വലിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളാ എന്ന് പറയുമ്പോൾ പോലും അവർക്കത് വിട്ടുകളയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം അമ്മയുടെ വായിൽ നിന്ന് വരെ തടിയാന്ന് അല്ലെങ്കിൽ തടിച്ചീന്ന് കേൾക്കേണ്ടി വന്നിടത്തു നിന്നാണ് അവരുടെ യാത്ര. അപ്പം പിന്നെ സമൂഹം വെറുതെ ഇരിക്കുമോ?
അപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ആ യൂട്യൂബറിന്റെ കാലഘട്ടത്തിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വെറുതെ വഴിയെ കാണുന്നത്, നീ അങ്ങ് തടിച്ചു പോയല്ലോ, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ, ഇതാണ് വഴിയിലിരിക്കുന്ന കുശലാന്വേഷണം എന്നാണ് വിചാരിക്കുന്നത്. അത് മാറ്റിയിട്ട് അല്ലാത്ത കുശലാന്വേഷണങ്ങൾ നടത്താം. എന്നാലും നമ്മുടെ ബോഡിയുടെ പെർസ്പെക്റ്റീവിൽ ബോഡീനെ വെച്ചിട്ടാണ് മനുഷ്യർ കൺസേൺഡ് ആയിക്കൊണ്ടിരുന്നത്. അത് മാറ്റേണ്ട. ഇപ്പം ഈ ഒരു സംഭവം നടന്നപ്പോൾ പോലും പല ഇന്റർവ്യൂകളിലും ചെറിയ ബൈറ്റുകളിലൊക്കെ ഞാനിങ്ങനെ കണ്ടത്, അതിനെന്താ വണ്ണം കുറയ്ക്കണമെന്നല്ലേ പറഞ്ഞുള്ളത്, ഒരു നല്ല കാര്യമല്ലേ, എങ്ങനെയാണ് നല്ല കാര്യമാവുന്നത്, അത് നിങ്ങളുടെ കോൺസെപ്റ്റിലാണ് നല്ല കാര്യം. ഈ കുറയ്ക്കാൻ കേൾക്കും തോറും ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് അത് ഈ മൂക്കിൻ തുമ്പിൽ അവസാനിക്കണം. തീർച്ചയായും മറ്റൊരാളുടെ ഇതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കുന്നത്. ഇപ്പൊ നിവിൻ പോളിക്ക് എന്തുമാത്രം ട്രോളുകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അതെ, വണ്ണം വെച്ചതിന് ഒരു തവണ വണ്ണം കുറഞ്ഞിട്ട് പിന്നെ വണ്ണം കൂടിയിട്ട് വരുമ്പോ എല്ലാം ട്രോളുകൾ കിട്ടാറില്ലേ? നേരിട്ട് ചോദിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ലേഡി ആയതുകൊണ്ടെന്ന് മാത്രല്ല, ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യത്തിൽ ലേഡി എന്നില്ല. ബോഡി ഷേമിങ് എല്ലാവർക്കും ഉണ്ട്. ഇത് എന്തോ ഒരു സുഖമാണ്. ഇത് ഈ പറയുന്നവര് പെർഫെക്റ്റ് ആണ്, ഈ ഇരിക്കുന്ന ആള് അത് നമ്മൾ പറയാൻ പാടില്ല, അയാളെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷെ തിരിച്ച് ക്യാമറ അയാളെ കണ്ടു കഴിഞ്ഞപ്പോ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണോ ഇവിടെ വന്നിരുന്ന് ഗൗരിക്ക് വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നത്? സ്ത്രീകളുടെ പ്രതികരണത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വന്ന് അവരുടെ ഒരു സ്വാതന്ത്ര്യം എടുത്ത് ഇവരെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവർ പ്രതികരിക്കുന്നതും, പിന്നീട് ഇവർ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഹഗ് ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ കൂട്ടം ആൾക്കാർ കോമന്റ്സിൽ ഈ സ്ത്രീ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മെയിൻ ആയിട്ടും ബുള്ളി ചെയ്യുന്നുണ്ട്. അത് കാണുമ്പം എന്താണ് തോന്നാറ്? സത്യത്തിൽ ജുവൽ, നമ്മളൊന്നും അഡ്രസ് ചെയ്യേണ്ട കാര്യം പോലും അല്ല ഇതൊന്നും. ഇതുങ്ങൾക്കൊക്കെ ഇതൊക്കെ നേരിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ജുവലെ? ഇതൊന്നും നേരിട്ട്, എടി നീ ഇന്ന് ഇവനെ മാറ്റി നിർത്തിയില്ലേ, മറ്റേ നിന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ നീ കെട്ടിപ്പിടിച്ചില്ലേ എന്ന് ഒരാളും നമ്മളോട് വന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയോടും വന്ന് ചോദിക്കില്ല. ഇതൊക്കെ ഞരമ്പ് രോഗികൾ കമന്റ്സിൽ ഇരുന്നിട്ട് പറയുന്നതാ അല്ലെ? ആണുങ്ങൾ എന്നല്ല, ഇതിൽ പെണ്ണുങ്ങളും ഉണ്ട്. ഇവര് വന്നിട്ട് കണ്ടില്ലേ മറ്റേ അവനെ കെട്ടിപ്പിടിച്ചപ്പോ ആ കൊച്ചിനെ മാറ്റി നിർത്തി, ആ കൊച്ചൻ വന്ന് ദേഹത്ത് ടച്ച് ചെയ്തപ്പം മാറ്റി നിർത്തി, മറ്റത് വന്ന് കെട്ടിപ്പിടിച്ചു. അവരവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് അറിയാൻ മേലാത്ത ഒരാൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെനിക്കറിയില്ല, ഈ പറയുന്നവർക്ക് അത് ഉണ്ടാവില്ലായിരിക്കും. ഐ ഡോണ്ട് നോ അതെന്താ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. സാധാരണ മനുഷ്യനാണെങ്കിൽ അവനവന്റെ പേഴ്സണൽ സ്പേസിലേക്ക് അറിയാൻ മേലാത്ത ഒരാൾ വരുമ്പോൾ എത്ര ഉണ്ടും, അതിപ്പോ പേഴ്സണൽ സ്പേസിലേക്ക്, ഒരു ചിന്തയുടെ പേഴ്സണൽ സ്പേസിലേക്ക് പോലും കയറിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ശരീരത്തിന്റെ അടുത്തേക്ക് വരുമ്പം അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അറിയാവുന്ന ഒരാൾക്ക് അറിയാം ഇത്ര ലിമിറ്റിൽ അവർ നിൽക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് അവരെ അറിയാം, അവരുടെ ടച്ച് ഇതുവരെ ബാഡ് ആയിട്ടില്ല. ഇനി ബാഡ് ആയാൽ റിയാക്ട് ചെയ്യാനും അറിയാം, ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യാനും അറിയാം. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം പോലും അല്ല. കാരണം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ഇവരെല്ലാം ഒളിഞ്ഞു നിന്നിട്ടാണ് അമ്പുകൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാനിത് പറയുന്നതിനടിയിലും വന്നിട്ട് പറയും, അവൾ അത് പറഞ്ഞു, അവൾ ഇത് പറഞ്ഞത്. പക്ഷെ നേരിട്ട് കണ്ടാൽ പറയൂല, നേരിട്ട് കാണാനുള്ള അവസരങ്ങളും ഉണ്ടാവില്ല അവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടല്ലല്ലോ നമ്മൾ ഇടപെടുന്നത്.